നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഴയ കോൺഗ്രസ് ഇന്നില്ല. DNA പോലും മാറിപ്പോയെന്ന് DCC ജനറൽ സെക്രട്ടറി C. രഘുനാഥ്. ഇനി കോൺഗ്രസിൽ തുടരില്ലെന്നും രഘുനാഥ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ കോർപ്പറേഷൻ ചവറ്റുകൊട്ടയിലെന്ന് അഡ്വക്കേറ്റ് ടി. ഒ. മോഹനൻ. ആരോപണം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ. വ്യാപാരി വ്യവസായി ആശ്രയ പദ്ധതി ആനുകൂല്യ വിതരണം നാളെ. നൽകുന്നത് 1 കോടി രൂപയുടെ ആനുകൂല്യം. വിതരണ സമ്മേളനം കെ. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. അനാരോഗ്യം മൂലം കാനം രാജേന്ദ്രൻ CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുക്കാൻ ദേശീയ നേതൃത്വത്തിന് കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു. 5 പതിറ്റാണ്ട് കാലത്തെ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിക്കുകയാണെന്ന് മുൻ KPCC അംഗവും DCC ജനറൽ സെക്രട്ടറിയുമായ രഘുനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസിനെ നയിക്കുന്നത് വകതിരിവില്ലാത്തവരാണ് എന്നും ഇത് കാരണമാണ് കോൺഗ്രസ് വിടുന്നതെന്നും C. രഘുനാഥ് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെതിരെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു C. രഘുനാഥ്. വെള്ളിയാഴ്ച SN പാർക്ക് റോഡിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോടാണ് താൻ രാജിവെക്കുന്ന കാര്യം രഘുനാഥ് വെളിപ്പെടുത്തിയത്. DCC ഇന്ന് നയിക്കുന്നത് പക്വതയും വിവരവും വിവേകവും വകതിരിവും സംസ്കാരവും ഇല്ലാത്തവരാണെന്നും DCC ജനറൽ സെക്രട്ടറിയായ ഞാൻ യോഗത്തിൽ പങ്കെടുക്കാൻ ഓഫീസിലെത്തിയപ്പോൾ തനിക്കു നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായും രഘുനാഥ് വെളിപ്പെടുത്തി. പഴയ കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ്. പാർട്ടിയുടെ DNA എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇനിയും പാർട്ടിയിൽ തുടരുന്നത് ശരിയല്ലെന്നാണ് തന്റെ മനസാക്ഷി പറയുന്നതെന്നും രഘുനാഥ് കൂട്ടിച്ചേർത്തു. എവിടെയാണെന്ന് അന്വേഷിക്കാൻ തയ്യാറാകാത്ത ഒരു DCC നേതൃത്വമാണ് കഴിഞ്ഞ 2.5 വർഷക്കാലമായി കണ്ണൂരിൽ നിൽക്കുന്നത്. ഞാൻ അവരെ ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ ശത്രുവല്ല. വയസ്സ് 65 കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ അവരുടെ ആരുടെയും തന്നെ ഒരു ഭീഷണിയുമല്ല ഞാൻ. പക്ഷെ ബോധപൂർവമായ ഒരു ശ്രമം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്നെ മാറ്റി നിർത്താൻ കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനയോടുകൂടി ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയാണ് ധർമ്മട നിയോജകമണ്ഡലത്തിൽ UDFന്റെ ജനവിചാരണ സദസ്സ് നടന്നത്. പിണറായി വിജയനെതിരെ കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച, UDFന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ ഒരു വാക്കിലൂടെയോ ഫോൺ കോളിലൂടെയോ വിളിച്ച് ആ പരിപാടിയുടെ ഭാഗമാകണമെന്ന് UDFന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ അല്ല DCCയോ ബ്ലോക്ക് കമ്മിറ്റിയോ എന്നോട് ആവശ്യപ്പെട്ടില്ല എന്നതാണ് എനിക്കേറെ ദുഃഖകരം. പിണറായി വിജയനെതിരെ ഒരു വിചാരണ സദസ്സ് ധർമ്മടത്ത് നടക്കുമ്പോൾ, അത് മമ്പലത്ത് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എന്നെ പോലെയുള്ളവരെ മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ പിന്നെ കോൺഗ്രസിനകത്ത് എന്റെ സ്ഥാനം എന്താണ് എന്നുള്ള ചോദ്യം എന്റെ മുന്നിൽ അവശേഷിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതുപോലെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ആരെയും വ്യക്തിപരമായി വിമർശിക്കാനില്ല. പാർട്ടിയിൽ ഗ്രൂപ്പ് അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഗ്രൂപ്പുകളുടെ എണ്ണം 5ആയി. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ KPCCയുടെ ഭാഗത്തു നിന്ന് അവഗണനയുമുണ്ടായി. കുറച്ചുകാലമായി ജില്ലാ നേതൃത്വവുമായി അഭിപ്രായ ഭിന്നതയുമുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പ്രശ്നത്തെ സൃഷ്ടിക്കാനാണ് അവർ എന്നും ശ്രമിച്ചത്. കോർപ്പറേഷൻ ഭരണത്തിൽ സുതാര്യതയില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. അതോടെയാണ് അവർക്ക് താൻ കണ്ണിലെ കരടായി മാറിയതെന്നും രഘുനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തിന് സമീപം വീട്ടുവളപ്പിൽ ചാരായ നിർമ്മാണം നടത്തിയയാൾക്കെതിരെ പേരാവൂർ എക്സൈസ് കേസെടുത്തു. കൊട്ടിയൂർ പന്നിയാമല സ്വദേശി കരിപ്പനാട് വീട്ടിൽ മോഹനെതിരെയാണ് എക്സൈസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. ഇയാളിൽ നിന്നും 50 ലിറ്റർ വാഷും 4 ലിറ്റർ ചാരായവും പിടികൂടി. ചാരായ നിർമ്മാണത്തിനിടെ ഓടിപ്പോയ കൊട്ടിയൂർ പന്നിയാൻമല സ്വദേശി കരിപ്പനാട്ട് വീട്ടിൽ മോഹനൻ എന്നയാൾക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അബ്കാരി ആക്ട് പ്രകാരവും കേസെടുത്തത്. റെയ്ഡിൽ ഇയാളുടെ വീട്ടിൽ നിന്നും 50 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബാരൽ നിറയെ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ വാഷും 5 ലിറ്റർ ഉൾക്കൊള്ളുന്ന കന്നാസിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വെച്ച 4 ലിറ്റർ ചാരായവും പിടിച്ചെടുത്തിട്ടുണ്ട്. ക്രിസ്തുമസ് ന്യൂ ഇയർ കാലത്ത് മലയോര മേഖലയിൽ ചാരായം ഒഴുക്കാനുള്ള പ്രതിയുടെ നീക്കമാണ് രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ റെയ്ഡിൽ എക്സൈസ് തകർത്തത്. പ്രിവന്റീവ് ഓഫീസർ MP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ N. പത്മരാജൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ബാബുമോൻ, ഫ്രാൻസിസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ PS ശിവദാസൻ, സിനോജ് V, അജേഷ് SV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ കാവ്യ വാസു എന്നിവരും പങ്കെടുത്തു.
കത്തോലിക്ക കോൺഗ്രസ് അതിജീവന യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തകരുന്ന കേരളം ഉണരൂ പോരാട്ടത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയൻനിലത്തിന്റെ നേതൃത്വത്തിലാണ് കർഷക അതിജീവന യാത്ര നടക്കുന്നത്. അതിജീവന യാത്രയുടെ ഉദ്ഘാടനം ഡിസംബർ 11 തിങ്കളാഴ്ച വൈകുന്നേരം ഇരിട്ടിയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നിട്ടിറങ്ങുന്നതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാവുന്ന ഒരു വസ്തുതയാണ്. കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന 107 വർഷമായിട്ട് പാരമ്പര്യമുള്ള കേരള സമൂഹത്തിൽ വളരെയധികം സാമൂഹിക വിഷയങ്ങളിലും സാമുദായിക വിഷയങ്ങളിലും ഇടപെട്ട ഒരു സംഘടനയാണ്. സ്വാതന്ത്ര്യ സമര കാലത്തിന് മുൻപും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ട് തിരുവിതാംകൂർ മേഖലയിൽ പ്രവർത്തിച്ച സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിലും ജനങ്ങളുടെ വിഷയങ്ങൾ അത് ഒരു മതത്തിൻ്റെ അല്ലാതെ മതേതര സ്വഭാവത്തോടുകൂടി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ജനങ്ങളുടെ വിഷയങ്ങളിൽ സമുദായ വിഷയത്തിൽ ഇടപെടുന്നത് പോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടുന്നുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഇന്നത്തെ ഈ അതിജീവന യാത്രയുടെ പ്രധാന ഉദ്ദേശം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നാം അടങ്ങുന്ന സമൂഹത്തിലെ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതുപോലെ ക്രൈസ്തവരായ ആൾക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഈ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകുവാൻ ഉണ്ടാക്കേണ്ട സർക്കാരുകൾ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുന്നില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. തകരുന്ന കേരളം ഉണരൂ പോരാട്ടത്തിനായി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്നിലിന്റെ നേതൃത്വത്തിൽ അതിജീവന യാത്ര നടക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ബിഷപ്പ് ലഗേറ്റ് മാർ റമിജിയോസ് ഇഞ്ചനാനി മുഖ്യപ്രഭാഷണം നടത്തും. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീല മുഖപ്രഭാഷണവും നടത്തും. തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ വിഷയാവതരണം നടത്തും. ഇരിട്ടി മേഖലയിൽ വന്യജീവി ആക്രമണം മൂലം കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നും സ്വീകരിക്കുന്ന പതാക മാർ ജോസഫ് പ്ലാംബാനിയും റമിജിയോസ് ഇഞ്ചനാനിയും ജാഥ ക്യാപ്റ്റനെ ഏൽപ്പിക്കും. 12-ാം തീയതി രാവിലെ 10 മണിക്ക് വെള്ളരിക്കുണ്ട് സ്വീകരണ യോഗം വികാരി ജനറൽ മോൺസിഞ്ഞോൺ ഫാദർ ജോസഫ് ഒറ്റപ്ലാക്കൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 12 മണിക്ക് ചെറുപുഴ, 3 മണിക്ക് കരുവഞ്ചാൽ എന്നീ ഭാഗങ്ങളിലെ പര്യടനത്തിനു ശേഷം രൂപതയിലെ സമാപന സമ്മേളനം വൈകിട്ട് 5 മണിക്ക് പയ്യാവൂരിൽ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് ഇരിട്ടിയിൽ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചകുന്നേൽ, ബെന്നി പുതിയാമ്പുറം, ഫിലിപ്പ് വെളിയമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ചേലേരിമുക്കിലെ സ്ഥാപനങ്ങളിൽ നിന്നും നിരോധിത ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഷാർജ സൂപ്പർ മാർക്കറ്റിന് 10,000 രൂപ പിഴ ചുമത്തി. ജൈവ അജൈവ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് മലബാർ ട്രേഡേഴ്സിനും 2,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. 1.5 ക്വിന്റലിലധികം വരുന്ന നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത ഷാർജ സൂപ്പർ മാർക്കറ്റിന് 10,000 രൂപ വീതം പിഴ ചുമത്തി. ഒറ്റത്തവണ ഉപയോഗ നിരോധിത വസ്തുക്കളായ പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസുകൾ, പ്ലാസ്റ്റിക് പേപ്പർ ഇല, പ്ലാസ്റ്റിക് ഗാർബേജ് ബാഗ്, തെർമോകോൾ പേപ്പർ പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് സ്പൂൺ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. കൂടാതെ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ അലക്ഷ്യമായി കൈകാര്യം ചെയ്ത് കൂട്ടിയിട്ടതിന് മലബാർ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിനും 2,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. 2 സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സ്ക്വാഡ് കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശവും നൽകി. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് നേതൃത്വം നൽകിയ പരിശോധനയിൽ സ്ക്വാഡ് അംഗം ഷറീഖുൽ അൻസാർ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ KV നിവേദിത തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയ കോൺഗ്രസ് ഇന്നില്ല. DNA പോലും മാറിപ്പോയെന്ന് DCC ജനറൽ സെക്രട്ടറി C രഘുനാഥ്. ഇനി കോൺഗ്രസിൽ തുടരില്ലെന്നും രഘുനാഥ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ കോർപ്പറേഷൻ ചവറ്റുകൊട്ടയിലെന്ന് അഡ്വക്കേറ്റ് TO മോഹനൻ. ആരോപണം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ. വ്യാപാരി വ്യവസായി ആശ്രയ പദ്ധതി ആനുകൂല്യ വിതരണം നാളെ. നൽകുന്നത് 1 കോടി രൂപയുടെ ആനുകൂല്യം. വിതരണ സമ്മേളനം K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും.
കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. MMR Catering and Events, Kannur. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR Catering and Events, Kannur. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR Catering, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തയിലേക്ക്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ വെച്ച് മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുത്ത പരാതിയുടെ അവസ്ഥ എന്താ? കണ്ണൂർ കോർപ്പറേഷൻ ലഭിച്ചിട്ടുണ്ട് കുറെ പരാതികൾ. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നമുക്കറിയാം ശുചീകരണ തൊഴിലൊക്കെ ചെയ്യുന്നതാണ്. കണ്ണൂരിൽ കിട്ടിയ 24,000-ലധികം പരാതിയിൽ 576 പരാതി കോർപ്പറേഷനിലേക്ക് ഇപ്പോൾ തൊട്ടിലാണ് കൊണ്ടുവന്നത്. ഇത് അങ്ങനെ പല സ്ഥലത്തേക്കും വീതം വെച്ച് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ 255 പരാതിയാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. 24,000-ൽ 2 ആഴ്ച കൊണ്ട് പരിഹരിക്കും, 1 മാസം കൊണ്ട് തീർക്കും, അവസാനം 45 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയിട്ടാണ് പോകുന്നത്. ആ തള്ളല്ലാതെ ഇതിന്റെ ഗുണഫലം ആർക്കും അനുഭവിക്കാൻ കഴിയുന്നില്ല. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ അധ്യക്ഷത വഹിച്ചു. UAEയിലെ സാംസ്കാരിക സംഘടനയായ ഇൻകാസിന്റെ ഭാരവാഹിയായ റിയാസ് മുണ്ടേരിയെ ആദരിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, മനോജ് കൂവേരി, NR മായിൻജി, NV നാരായണൻ, G ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 100 കേന്ദ്രങ്ങളിൽ ജനുവരി 31 വരെ മെമ്പർഷിപ്പ് വിതരണം നടക്കും. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ബഡ്സ് ജില്ലാതല കലോത്സവം താലോലം നായനാർ അക്കാദമിയിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ മാനസിക ഉന്മേഷത്തിനും അവരുടെ ഉള്ളിലെ കഴിവുകളെ പ്രദർശിപ്പിക്കുന്നതിനുമുള്ള വേദി കൂടിയാണ് എല്ലാ വർഷവും നടക്കുന്ന ഈ കലോത്സവങ്ങൾ.
ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ മാനസിക വികാസം ലക്ഷ്യമിട്ടാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ വർഷവും ജില്ലാതല ബഡ്സ് കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. 30 ബഡ്സ് സ്ഥാപനങ്ങളിലെ 400-ലധികം കലാകാരന്മാരാണ് നായനാർ അക്കാദമിയിലെ വേദിയിൽ മാറ്റുരച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത്, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ രത്നകുമാരി, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എം ശ്രീധരൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നിനോജ് എം, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ബിജു പി, കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ദീപ പി ഒ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷന്റെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ആണ്. ഞങ്ങള് കുട്ടികളൊക്കെ നന്നായിട്ട് ഡാൻസ് ഗ്രാപ്സ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ പിന്നെ അവർക്ക് നല്ല താല്പര്യമാണ് നൃത്തത്തിനോട്. കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ പിന്നെ നല്ല താല്പര്യത്തോടു കൂടിയാണ്, പാരൻസ് ആയാലും നല്ല താല്പര്യത്തോടു കൂടിയാണ് നമ്മളെ കൂടെ പങ്കെടുക്കുന്നത്. ഞാൻ കോമഡി ഉത്സവത്തിനെല്ലാം പോയതാണ്. പിന്നെ നമ്മളെ പുതുകാടിൻ്റെ സാറിൻ്റെ പരെല്ലാം പോയതാണ്. ഞാൻ ചെറുതിലെ കളിക്കലുണ്ട്. അപ്പോൾ ഉമ്മയാണ് എൻ്റെ സപ്പോർട്ട്. ഭിന്നശേഷി കുട്ടികളായതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ ഒരു തീം എടുത്ത് കളിക്കുമ്പോൾ അവർക്ക് ആ ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു ഭാവം വരുത്തുന്നതിന് വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. കുട്ടികൾ അതിനോടൊപ്പം ചേർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. വളരെ നന്നായിട്ടാണ് കുട്ടികൾ സ്റ്റേജിൽ നൃത്തം അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു. മികച്ച രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ പങ്കാളിത്തത്തോടു കൂടി കുടുംബശ്രീയുടെ നേതൃത്വത്തിലൂടെ നടക്കുന്ന ഈ ഒരു കലാ മേഖലയിലുള്ള നമ്മുടെ കുട്ടികളുടെ എല്ലാം കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെങ്കിലും അവർക്കുള്ള കഴിവുകൾ നമുക്കെല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാൻ സാധിച്ച ഈ ഇനീഷ്യേറ്റീവ് വളരെയധികം സന്തോഷത്തോടുകൂടിയും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ അധ്യക്ഷ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളെ ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കേരളം ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്കും എല്ലാം മാതൃകയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. മത്സരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും കലക്ടർ നിർവഹിച്ചു. 1ാം സ്ഥാനം രാമന്തളി ബഡ്സ് സ്കൂളും 2ഉം 3ഉം സ്ഥാനങ്ങൾ മട്ടന്നൂർ മാട്ടൂൾ സ്കൂളുകളും കരസ്ഥമാക്കി. സംഘനൃത്തം, നാടോടി നൃത്തം, മിമിക്രി, ലളിതഗാനം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളാണ് അരങ്ങേറിയത്. സമാപന സമ്മേളനത്തിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അധ്യക്ഷത വഹിച്ചു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല എ വി, കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ മജീദ്, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി കെ, കണ്ണൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി, കുടുംബശ്രീ മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ വിനേഷ് പി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പിലാക്കുന്ന വ്യാപാരികളുടെ കുടുംബക്ഷേമ പദ്ധതിയായ ആശ്രയ പദ്ധതിയിൽ നിന്നുള്ള ആനുകൂല്യ വിതരണം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ കക്കാട് അമാനി ഓഡിറ്റോറിയത്തിൽ നടക്കും. ആശ്രയ ആനുകൂല്യ വിതരണ സമ്മേളനം കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. അതോടനുബന്ധിച്ച് ജില്ലാ കൌൺസിലും ചേരും. ആനുകൂല്യ വിതരണം പി സന്തോഷ് കുമാർ MP നിർവഹിക്കും. ഈ സമ്മേളനം ഞങ്ങൾ വിളിച്ചേർത്തിട്ടുള്ളത് 2023 ജനുവരി മാസം 1-ാം തീയതി മുതൽ കണ്ണൂരിലെ വ്യാപാരി സമൂഹത്തിനു വേണ്ടി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ
ആശ്രയ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണമടഞ്ഞ 10 കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം 1 കോടിയുടെ വിതരണം ഈ നാളെ 9-ാം തീയതി കണ്ണൂർ കക്കാട് റോഡുള്ള അമാനി ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട MP ശ്രീ കെ സുധാകരൻ വിതരണം ചെയ്യപ്പെടുകയാണ്. അതിൽ മുഖ്യ അതിഥിയായി രാജ്യസഭാംഗം കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട P. സന്തോഷ് കുമാർ MP പങ്കെടുക്കുന്നുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന ഭാരവാഹികളും പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള ഞങ്ങളുടെ നിയമ ഉപദേഷ്ടാവ് അഡ്വക്കേറ്റ് KK ബാലറാമും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് PJ ജേക്കബ് അടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. ആശ്രയ ചെയർമാനും ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റുമായ ദേവസ്യ മേച്ചേരി അധ്യക്ഷത വഹിക്കും. ഇതിനകം ആശ്രയ പദ്ധതിയിലൂടെ 3 കോടിയിലേറെ രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു. നാളെ നടക്കുന്ന സമ്മേളനത്തിൽ 1 കോടി രൂപ കൂടി വിതരണം ചെയ്യും. ഈ വർഷം 6 കോടിയോളം രൂപ വിതരണം ചെയ്യാൻ സാധിക്കും. 2024 ജനുവരി മുതൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായവും നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏകോപന സമിതി സംസ്ഥാന ജില്ലാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ സംബന്ധിക്കും. പത്രസമ്മേളനത്തിൽ ദേവസ്യ മേച്ചേരി, സുധാകരൻ എ. പുനത്തിൽ, ഭാഷ് രാജൻ, തീയറത്ത്, CK രാജൻ, MR നൌഷാദ്, ജോസഫ് തോണിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും തോട്ടട ഡിവിഷൻ കൌൺസിലർ ബിജോയ് തയ്യിലിന്റെയും തീരദേശ പോലീസിന്റെയും നേതൃത്വത്തിൽ തോട്ടട ബീച്ചിന് സമീപത്തെ അഴിമുഖത്ത് മണൽ നീക്കുന്ന പ്രവൃത്തി നടത്തി. ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് പ്രവൃത്തി നടത്തിയത്. തോട്ടട ബണ്ടുപാലം പുഴയിലെ വെള്ളം ക്രമാതീതമായി ഉയർന്ന് തോട്ടട വെസ്റ്റ് ഭാഗത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന മാർഗതടസ്സം ഒഴിവാക്കുന്നതിനായാണ് കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും തോട്ടട ഡിവിഷൻ കൌൺസിലറുടെയും തീരദേശ പോലീസിന്റെയും നേതൃത്വത്തിൽ തോട്ടട ബീച്ചിന് സമീപത്തെ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് നീക്കം ചെയ്തത്. മുൻകാലങ്ങളിൽ ഇങ്ങനെ അഴിമുറിക്കുന്ന സമയത്ത് കടലിലേക്കുള്ള ശക്തമായ ഒഴുക്കിൽപ്പെട്ട് 2 കുട്ടികളുടെ ജീവൻ നഷ്ടമായിരുന്നു. അതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് അഴിമുഖത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മണൽ ഹിറ്റാച്ചി ഉപയോഗിച്ച് നീക്കിയത്. ഈ സമയത്ത് പുഴയിലേക്ക് ഇറങ്ങുവാനോ കുളിക്കുവാനോ പാടുള്ളതല്ലെന്നും പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിരുന്നു. തെറോത്ത് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ പുത്തരി തിരുവപ്പന മഹോത്സവം നടന്നു. ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ചൊവ്വ ശിവക്ഷേത്രം ശാന്തി ശ്രീഹരി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പൂജകളോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ഡിസംബർ 6 കാലത്ത് ചൊവ്വ ശിവക്ഷേത്രം ശാന്തി ശ്രീഹരി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, നാഗപൂജ, നാഗത്തിന് 100 പാലും പുഷ്പാഞ്ജലി, പായസ നിവേദ്യം എന്നീ കർമ്മങ്ങൾ നടന്നു. ഡിസംബർ 6 ബുധനാഴ്ച 3 മണിക്ക് ശേഷം മുത്തപ്പന്റെ മലയിറക്കൽ കർമ്മവും വൈകുന്നേരം 5 മണിക്ക് ഗുളികൻ വെള്ളാട്ടവും തുടർന്ന് മുത്തപ്പന്റെ വെള്ളാട്ടവും രാത്രി കുടിവീരൻ ദൈവത്തിന്റെ വെള്ളാട്ടം, എളയടത്ത് ഭഗവതിയുടെ കലശം എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. സന്ധ്യ 7 മണി മുതൽ രാത്രി 10 മണി വരെ അന്നദാനവും ഉണ്ടായിരുന്നു. ഡിസംബർ 7 വ്യാഴാഴ്ച പുലർച്ചെ കുടിവീരൻ, ഗുളികൻ എന്നീ ദൈവക്കോലങ്ങൾ കെട്ടിയാടി. പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന, എളയടത്ത് ഭഗവതിയുടെ പുറപ്പാട് എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ തദ്ദേശവാസികളുടെ വക അന്നദാനവും ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് മുത്തപ്പൻ വെള്ളാട്ടവും നടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിക്ക് തിരുവപ്പന കെട്ടിയാടി. ഇനി വാണിജ്യം. ഐസ് ക്യാൻഡികളുടെ കലവറയായ പൈക്രീറ്റിന്റെ കണ്ണൂർ ബ്രാഞ്ച് മേലെച്ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ചു. വാട്ടർ ടാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന ഷോറൂമിൽ വ്യത്യസ്ത രുചികളുള്ള ഐസ് ക്യാൻഡികൾ ലഭ്യമാണ്. തികച്ചും പഴച്ചാറിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഐസ് ക്യാൻഡികളാണ് ഇവിടെ നിന്നും ലഭിക്കുക എന്നതാണ് പൈക്രീറ്റിന്റെ പ്രത്യേകത. പൈക്രീറ്റിന്റെ ഐസ് കാൻഡിയുടെ കണ്ണൂരിലെ ആദ്യത്തെ ഷോറൂമാണ് മേലെച്ചൊവ്വയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 20 വ്യത്യസ്ത രുചികളിൽ ലഭിക്കുന്ന ഐസുകൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കും ആസ്വദിക്കാം. ടെൻഡർ കോക്കനട്ട്, ചിക്കു, കസ്റ്റർഡ് ആപ്പിൾ, പാഷൻ ഫ്രൂട്ട്, പീനട്ട് തുടങ്ങി കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന റോസ് മിൽക്ക് കാൻഡിയും ഇവിടെയുണ്ട്. 10, 20, 30 രൂപകളിലാണ് ഐസ് കാൻഡി ലഭിക്കുക. എല്ലാം ഫ്രഷ് ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കിയ രുചിപെരുമ തന്നെയാണ്. മാത്രമല്ല കല്യാണമോ മറ്റേത് ആഘോഷ പരിപാടികളുടെയും ഓർഡറുകൾ ഇവർ മുൻകൂട്ടി സ്വീകരിക്കുന്നുമുണ്ട്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ.
സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ, വെള്ളി 81 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയ കോൺഗ്രസ് ഇന്നില്ല, DNA പോലും മാറിപ്പോയെന്ന് DCC ജനറൽ സെക്രട്ടറി C. രഘുനാഥ്. ഇനി കോൺഗ്രസിൽ തുടരില്ലെന്നും രഘുനാഥ്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ കോർപ്പറേഷൻ ചവറ്റുകൊട്ടയിലെന്ന് അഡ്വക്കേറ്റ് ടി. ഒ. മോഹനൻ. ആരോപണം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ. വ്യാപാരി വ്യവസായി ആശ്രയ പദ്ധതി ആനുകൂല്യ വിതരണം നാളെ. നൽകുന്നത് 1 കോടി രൂപയുടെ ആനുകൂല്യം. വിതരണ സമ്മേളനം കെ. സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.